യോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് എന്താണ് ഗൈസ് ഒരു റിവീലിങ്ങിന് പോകാൻ വേണ്ടി കാട്ടാ. അപ്പോൾ റിവീലിങ് നമ്മൾ റെഡ് ഫോക്സ് ലൈവിൽ കയറിയപ്പോഴാണ് ഗൈസ് ഒരു റിവീലിംഗ് ഒക്കെ എന്ന് പറയണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് കയറിയിട്ടാ വേണം മിറർ കാണുന്നുണ്ടായില്ല, അപ്പം ഞാനും ഒന്ന് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഗൈസ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അലമ്പ് ഗൈസ്, ലാസിൻ്റെ അലമ്പ്. പിന്നെ ഗൈസ് ഉടക്കത്തെ ലാഗൊക്കെ ആവും നടക്കുകയാണെങ്കിൽ. പിന്നെ ഓട്ടോ ബാക്ക് പിന്നെ മെയിൻ ആട്ടാ ഗെയിമിൽ. പക്ഷെ ഇന്നാണ് നമ്മുടെ ജാക്കിൻ്റെ ബർത്ത്ഡേ ആട്ടാ. ഞാനാണ് ഹാപ്പി ബർത്ത്ഡേ പറയാട്ടാ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഇന്നാണോ കറക്റ്റ് അറിയില്ല ഗൈസ്. അപ്പോൾ ഞാനാണ് അത് പറയുന്ന ടൈമിലാണ് വണ്ടിയാണെങ്കിൽ എന്താണ് ചെറുങ്ങനെ ഇടിച്ചിട്ട്. അപ്പോൾ റെഡ് ഫോക്സ് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ TB പറയുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അങ്ങനെ റിപ്പയർ ആക്കാൻ വേണ്ടി വന്ന കേട്ടാ. പിന്നെയാണ് ഗൈസ് നമ്മൾ റിപ്പയർ ആക്കാൻ പോകുന്ന ടൈമിലാണെങ്കിൽ വണ്ടി റിവീലിങ് ചെയ്താലോ ഗൈസ്. അതുകൊണ്ട് പോയേക്കെ ഗൈസ്. അധികം ടൈമൊന്നും നിർത്തുന്നില്ല ഇവിടെ റിവീലിങ്ങിന്. അപ്പോൾ റെഡ് ഫോക്സ് എത്തിയപ്പാട് തന്നെ അപ്പോൾ ഞാൻ റിവീലിങ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും എന്താണ് കാർ സെയിലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗൈസ് ഒരു ID40 ഉണ്ട്, പിന്നെ 2 S-Class ഉണ്ട് കേട്ടോ. S-Class എന്ന് തോന്നുന്നു ഗൈസ്, അറിയുന്നവർ കമൻറ്റിൽ പറയാട്ടോ. എനിക്ക് നേരെ അറിയില്ല, അത് S-Class ആണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഒരു പിങ്ക് പാൻറ് കേട്ടോ, ഒരു പിങ്ക് പാൻറ് S-Classഉം പിന്നെ ഒരു വൈറ്റ് അല്ല യെല്ലോ കളർ S-Classഉം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ലാൻഡ് ക്രൂസറും കേട്ടോ. പിന്നെ വാസു വച്ചാനും പിന്നെ അത് ഗൈസ് KDM ഗോസ്റ്റ് വച്ചാനും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഗൈസ് എൻ്റെ വണ്ടി എടുക്കുന്നുണ്ട് ഗൈസ്, വാസു വച്ചാൻ വണ്ടി എടുക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ വണ്ടിയാണ് മൊത്തത്തിൽ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് മച്ചാനോണ്ടൊന്ന് പറഞ്ഞാലോ അപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് റിപ്പയറാക്കി കൊണ്ടുതരുമെന്ന് നോക്കാം ഗൈസ്. മച്ചാനോണ്ട് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ മച്ചാൻ കൊണ്ടുവരായിരിക്കും. പറഞ്ഞു നോക്കാം എൻ്റെ വണ്ടി നമുക്ക് ആക്കി തരാമെന്ന് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അവൻ ആക്കി തരുമായിരിക്കും. ഇല്ല നമുക്ക് കൊണ്ടുപോകുന്ന എന്തായാലും നമ്മൾ വീഡിയോ ഇടാകുമ്പോൾ അത് കൊണ്ടുപോകുന്നതൊക്കെ എന്താണ് ഗൈസ് വീഡിയോ കാണുമ്പോൾ വീഡിയോ ലെങ്ത് ആവും. അതുകൊണ്ട് ഞാൻ എന്തായാലും കാണിക്കുന്നൊന്നുമില്ല. പിന്നെയാണ് ഗൈസ് ഗോസ്റ്റ് വച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. പിങ്ക് പാൻറ് സെറ്റാട്ടോ. അതിൻ്റെ കളറൊക്കെ രക്ഷയില്ല. എൻ്റെ അടുത്താണ് ഒരു പിങ്ക് പാൻറ് ഉണ്ട്, അത് അത്ര ഒരു ഒറിജിനാലിറ്റി അല്ല കേട്ടോ. അതിൻ്റെ ഇത് കിട്ടുന്നില്ല ഗൈസ്, കളർ കിട്ടുന്നില്ല. കൊണ്ടുപോയി കാറിന്ന് ഞാൻ പറയുന്നുണ്ട് ഗൈസ്. മച്ചാൻ കൊണ്ടുപോകോ ഇല്ലയോ ഒന്നും അറിയില്ല. അമ്മാരെന്താണ് എന്നെ നോക്കി നിൽക്കുന്ന കേട്ടോ. ഇവിടെ വണ്ടി അതിനുള്ളിലുണ്ട് കേട്ടോ, ഒരു ഗോൾഫാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മൾ റിവീലിങ് ചെയ്യുന്ന എടുക്കുകയാണെങ്കിൽ ഓട്ടോ ബാക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടമായിട്ട് പണി കിട്ടും. അത് വേറൊരു കാര്യം. ചബൽ ഒക്കെ ആക്കുന്നുണ്ട് ഗൈസ്. ഇന്ന് പിന്നെ മുറി ബർത്ത്ഡേ ആണൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എന്തൊക്കെ അല്ലേ ഗൈസ്, ഒരുത്തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അവിടെ എല്ലാത്തിൻ്റെ ബർത്ത്ഡേയും പറഞ്ഞ് എല്ലാവരും കാർ സെയിൽ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മച്ചാൻ ഇതായിട്ട് ഗൈസ് ഒരു ഗോസ്റ്റ് മച്ചാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാർ ഗൈസ് BMW M5 ഓൾഡ് മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നേരെ അറിയില്ല ഗൈസ്, വണ്ടി അറിയുന്നവർ കമൻറ്റിൽ പറയാട്ടോ. ഗോസ്റ്റ് വെച്ചാൽ വണ്ടി ആട്ടോ ഇത്. ഞാൻ അകത്ത് നോക്കാം കേട്ടോ, വണ്ടി ചെറുങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഗോൾഫാണെന്ന് തോന്നുന്നു ഗൈസ്. അകത്ത് കയറലേ പറയുന്നുണ്ട് ഗൈസ് മച്ചാനാണെങ്കിൽ. നമ്മളെന്തായാലും കയറുന്നില്ല ഗൈസ്. പിന്നെ ഒരു ന്യൂ BMW അല്ല ബെൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അസുര മച്ചാനാണ് അതിൻ്റെ അകത്ത് കയറുന്നുണ്ട് ഗൈസ്. ഞാനാണ് ആനിമേഷൻ ഇടാൻ വേണ്ടിയിട്ട് ആ കേസ് റിജക്റ്റഡ് ആക്കി ഇൻവിറ്റേഷൻ. പിന്നെ എന്താണ് ഗൈസ്, പിന്നെ ആ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു നമുക്ക്. അല്ല ഗൈസ്, ആ ഒരു വണ്ടി ഓടിച്ചില്ല ഗൈസ്. ഇത് കോയിനില്ല കേട്ടോ, അത്രേ ഉള്ളൂ കോയിൻ, അതാണ് പ്രോബ്ലം. അവിടെ മിന്നമുറിൽ പുഷപ്പ് എടുക്കുന്നുണ്ട്. നമുക്കും അവനൊപ്പം പോയിട്ട് പുഷപ്പ് എടുക്കാം കേട്ടോ, കുറച്ച് വൈബാക്കാം നമുക്ക്. അങ്ങനെ വണ്ടിയൊക്കെ കൂടിയിട്ട് എന്താണ് പുഷപ്പ് എടുക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആരും വരുന്നത് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വണ്ടി ആരും എടുക്കുന്നുണ്ടാണ് തോന്നുന്നത് ഗൈസ്. എൻ്റെ വണ്ടി ആരും എടുത്തു കേട്ടോ അങ്ങോട്ടേക്ക് ഗൈസ്. ഞങ്ങളെ പെട്ടെന്ന് ഇവിടെ വന്ന കേട്ടോ. വണ്ടിയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇവിടത്തേക്കെങ്കിലും പോകണമുണ്ട്. അതിന് വണ്ടി ഉണ്ടായില്ല ഗൈസ്. പിന്നെ ആരെ വണ്ടിയാണ് അൺലോക്കും ചെയ്യൂല ഗൈസ്. ഒരു S-Class നേരെ പാർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നത് കേട്ടോ. നമ്മളതും അങ്ങനെയാണ് തോന്നുന്നത്. ഞാനാണ് റെഡ് ഫോക്സ് മച്ചാനെ ഫ്രണ്ടാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫ്രണ്ടാണ് പറയുന്നുള്ളത്, എന്താണ് അറിയില്ല ഗൈസ്. നോക്കാം നമുക്ക് ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. അപ്പോൾ എവിടെയാ റിവീലിംഗ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ കുറേ നോക്കി, അവിടെ വണ്ടി എന്തായാലും കാണുന്നില്ലൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ എന്താണ് ചെയ്യാം. പിന്നെ ഗോസ്റ്റ് മച്ചാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കാണോ അറിയില്ല ഗൈസ്. വണ്ടി ഒന്ന് അൺലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തോടിക്കായിരുന്നു കേട്ടോ.
സ്റ്റോക്ക് എഞ്ചിൻ വൈസ് മറ്റേ എഞ്ചിൻ വെച്ചിനോ അറിയാം വൈസ് അപ്പോൾ ലോക്കലാക്കിയിട്ടുണ്ട് മൂഞ്ചി കിട്ടാ വട്ടത്തിൽ മൂഞ്ചി എന്നാണ് പറയുക. പിന്നെ വൈസ് പിങ്ക് പാൻഡർ ഉണ്ട് ഇവിടെ. പിന്നെ പിങ്ക് പാൻഡർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഇതായിരിക്കുന്നു വൈസ് എന്നാലൊക്കെ ഞാൻ കാണിച്ചു വണ്ടി വൈസ് അകത്തേക്ക് പോവാലേക്ക് പറയുന്നുണ്ട് മച്ചാൻ. ഞാൻ ഓക്കെ മച്ചാന്നാണ് പറയുന്നുണ്ട് വൈസ് വൈസ് പിന്നെയാണ് വൈസ് ഒരു വണ്ടി വന്നു റുബക്സിൻ്റെ ആണ് തോന്നുന്നത് വൈസ് ഈ വണ്ടി. അത് വൈസ് റുബക്സിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ ഇത് വൈസ് റുബക്സിൻ്റെ വണ്ടി സെറ്റാട്ടാ. സൈഡൊക്കെ നോക്കുക വൈസ് നല്ല വർക്ക് തന്നെ അടിച്ചിട്ടുണ്ട് വൈസ് വണ്ടിക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു എന്താണ് വൈസ് ഗ്രാഫൊക്കെ അടിച്ചിട്ടുണ്ട് വൈസ്. പിന്നെ ഒരു ലാൻഡ് ക്രൂസർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ലാൻഡ് ക്രൂസർ ആണോ ആണ് വിചാരിച്ചത്. പിന്നെയാണ് ഓട്ടോ ബാക്ക് ആയിട്ടാ. അതാണ് വൈസ് പ്രശ്നം. നമുക്കൊന്നും കൂടി റൂമിൽ കയറി വെക്കാം ചിലപ്പോൾ റെഡി ആവും ഗൈസ്. ഈ ഓട്ടോ ബാക്ക് ഇഷ്യൂ ഭയങ്കര അലമ്പാട്ടാ ഇപ്പോൾ. എന്താണ് ഇപ്പോഴത്തെ പ്രോബ്ലം ഗൈസ്. ഓട്ടോ ബാക്ക് കയറണം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അതാണ് വേറൊരു പ്രോബ്ലം. റൂമിലൊന്നും കയറാൻ പറ്റില്ല ഗൈസ്. കുറേ കണ്ടൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് ഇടാനൊന്നും പറ്റുന്നില്ല. ഓട്ടോ ബാക്ക് ആവുന്നു. ഇപ്പോൾ VPN ഇൻസ്റ്റാൾ ആക്കിയിട്ടും കാര്യമൊന്നുമില്ല ഗൈസ്. അതിലും ഓട്ടോ ബാക്ക് ആവുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കട്ടെ. നമ്മൾ മറ്റാൻ്റെ റൂമിൽ കയറാട്ടാമോ. റിവീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവുകയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമ്മളെപ്പോഴും ഓട്ടോ ബാക്ക് ആകുമ്പോൾ ഇപ്പോൾ ഇവന്മാർ റിവീലിംഗ് കൊടുക്കും. അതാണ് ഇവന്മാർ പരിപാടി. പിന്നെ എല്ലാ ക്ലാസ്സിൽ പിന്നെ അമ്മാതിരി ഒരു എന്താണ് ഗൈസ് ഒരു ഗെയിമിനെ നശിപ്പിച്ച് വെച്ചിട്ടാ മൊത്തം ബഗ്ഗും കൊണ്ടുവന്നിട്ട് ഓട്ടോ ബാക്ക് മെയിനായിട്ട് പ്രോബ്ലം നമ്മുടെ ആ ഓട്ടോ ബാക്കാണ്. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എല്ലാ ക്ലാസ് എന്തിനാണല്ലോ ഇങ്ങനത്തെയൊക്കെ പരിപാടി. അപ്ഡേഷൻ വരും തോറും നല്ലതാണല്ലോ ഗെയിമറിൽ. ഇത് അപ്ഡേഷൻ വരും തോറും ഗെയിം എന്താണ് വെറും ഒരു ബഗ്ഡ് ഗെയിം പോലെ ആവുന്നതാട്ടോ. കാരണം ഗ്രാഫിക്സൊക്കെ സെറ്റ് ഉണ്ട്. ബട്ട് പ്രോബ്ലം ഓട്ടോ ബാക്ക് ബഗ് അങ്ങനത്തെ എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആട്ടോ ഉള്ളത്. ആണെങ്കിൽ ഈ വണ്ടി എടുത്ത് പോവാട്ടെ. ഇത് WCC എൻജിൻ വെച്ചുകൊണ്ട് വണ്ടി കുറച്ച് പവറാട്ടാ. അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് നോക്കാട്ടോ. അതുകൊണ്ടാണ് വണ്ടി പ്രശ്നം വരുന്നത്. പയ്യെ കൊടുക്കുന്ന കേട്ടോ വണ്ടി ആ സെഷൻ. എന്തായാലും നല്ല സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്കിഡായിട്ട് എവിടെയൊക്കെ പോയിട്ട് ഇടിക്കും. പിന്നെ വേണം അലമ്പാവും കൈസ് ഒന്നുമാതിരി അലമ്പായി. പിന്നെ ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ക്ലാസ് ഒരുമാതിരി ലാഗ് അടിക്കുന്നത് ഇതുണ്ട് നമുക്ക്. ക്ലാസ് എപ്പോഴും ഇങ്ങനെ എനിക്ക് മാത്രം ഇതുപോലെ കുറേ ബഗ്ഗൊക്കെ തരും. ബഗ് എന്താണ് ഓട്ടോ ബാക്ക് എനിക്ക് മാത്രം ഉണ്ടാവുന്നു വയസ്സ് ഇതുപോലത്തെ ഇഷ്യൂ. പിന്നെയും വന്നു ഓട്ടോ ബാക്ക്. എന്തായാലും നമുക്ക് ഒന്നും കൂടി അങ്ങനെയാണ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി നോക്കിയിട്ടാ റൂമിൽ. അപ്പോൾ കാരണം വണ്ടി റിവീലിങ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ലൈവിൽ പോയി നോക്കുമ്പോൾ രണ്ടാമത്തെ റിവീലിംഗ് ഉണ്ട് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടാമത്തെ റിവീലിങ്ങിന് പോകാൻ ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ റിവീലിംഗ് ഞാൻ വരുന്ന ടൈമിലെ ഗൈസ് രണ്ടാമത്തെ റിവീലിംഗ് ആയിട്ടാ. അപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് റിവീലിംഗ് ചെയ്തത് ഇതാട്ടാ നമ്മളെ സിവിക്ക്. ഒരു സിവിക്കാട്ടാ. ഈ സിവിക്ക് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിന്നമൂരിലെ സിവിക്കാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല രീതിക്ക് കിടിലം വർക്കൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടിക്ക്. ഒരു ചുവപ്പും ബ്ലാക്കും വൈറ്റും പോലെയാണ് ഗൈസ് നമ്മളെ വണ്ടി ഇതാക്കിയിട്ടുള്ളത്. സെറ്റായിട്ട് തന്നെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ രാത്രി വരെ വണ്ടി ഉണ്ട് ഇവിടെ. അത്ര ഒരു യെല്ലോ കാർ ഗൈസ്. ഇതും സെറ്റാണ്. പിന്നെ ഗൈസ് 2 ബസ്സൊക്കെ ഉണ്ട്. 2-3 ബസ്സുണ്ട് ഗൈസ്. അതായത് ബസ് അറിയില്ല. പിന്നെ അസുരൻ പറഞ്ഞിട്ടൊരു ബസ്സുണ്ട് ഗൈസ്. നമ്മൾ അസുരൻ്റെ ബസ്സാണെന്ന് തോന്നുന്നു സാധനം. പിന്നെ അടുത്ത ആരാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു വണ്ടിയുണ്ട് അറക്കൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ഡിഫൻഡർ ഉണ്ട് കേട്ടോ. റെഡും ബ്ലാക്കും ഡിസൈൻ ആട്ടോ ഡിഫൻഡർ. ഇത് ഗൈസ് മലയാളിയുടെ വണ്ടി ആട്ടോ. ഞാൻ തമ്പലൈനിൽ ഇടാൻ വേണ്ടിയിട്ട് 2-3 ഫോട്ടോ എടുക്കാം കേട്ടോ. തമ്പലൈനിൽ ഇപ്പം ഈ 2 എടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ കാണുന്നത് തമ്പലൈനിൽ. ബട്ട് നമ്മൾ എന്തായാലും നല്ല നോക്കിയിട്ട് ഇടും ഗൈസ്. രാത്രിൻ്റെ വണ്ടിയുടെ ബാക്കൊക്കെ സെറ്റാട്ടാ. അപ്പോൾ ഞാൻ തമ്പലൈൻ എടുത്തിട്ട് നോക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഡോർജ് കണ്ടേട്ടാ. സെറ്റ് ഡോർജ് ആട്ടാ. ഡോർജിൻ്റെ ഓണറി വീഡിയോ കാണുന്നുണ്ടോ ഒന്ന് കമൻറ്റിൽ പറയാട്ടാ. അത്രയ്ക്കും സെറ്റ് ഡോർജ് ഉണ്ട് ഗൈസ് ഇത്. എന്നാൽ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഡോർജ് ഗൈസ്. എന്തായാലും നല്ലൊരു ഡോർജ് തന്നെ വിചാരിച്ചു ഗൈസ്. എന്തായാലും ഗൈസ് ഇനി റിവീലിംഗ് ഒന്നും ഇല്ലാണ് തോന്നുന്നത് ഗൈസ്. ഇനി റിവീലിങ്ങിന് പോകാൻ പറ്റുമോന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഓട്ടോ ബാക്ക് ആവും. സിവിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു ഗൈസ്. അത്രയ്ക്കും സെറ്റായിട്ട് തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.